എല്ലാ പ്രേക്ഷകർക്കും ചാനൽ 13.8 ഞാനെങ്ങനെ യുക്തിവാദിയായി എന്ന പ്രോഗ്രാമിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് അഡ്വക്കേറ്റ് KD ഉഷ മാഡം. കേരള യുക്തിവാദി സംഘത്തിൻ്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ജില്ലാ പ്രസിഡൻ്റ് ആയിരുന്നു. ഇപ്പം യുക്തിരേഖ കേരള യുക്തിവാദി സംഘത്തിൻ്റെ പ്രസിദ്ധീകരണമായ യുക്തിരേഖയുടെ മാനേജറാണ്. മാഡത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് നേരിട്ട് യുക്തിവാദ ജീവിതചരിത്രത്തെ പറ്റി ചോദിച്ചറിയാം. നമസ്കാരം മാഡം. നമസ്കാരം. നമ്മുടെ ഒരു ഫോർമാറ്റ് തന്നെ ഈ എങ്ങനെയാണ് ഒരാൾ യുക്തിവാദി ആകുന്നതിന് ആദ്യം നമ്മൾ ചോദിക്കുന്നത് അവരുടെ ബാല്യകാലമാണ്. ബാല്യത്തിൽ ചിലവർ ബാല്യത്തിലെ ഒരു നിരീശ്വരവാദ കുടുംബത്തിൽ ജനിക്കാറുണ്ട്. പിന്നെ മിക്കവരും 90% ആൾക്കാരും ഒരു വിശ്വാസ കുടുംബത്തിൽ ജനിച്ചിട്ടാണ് പിന്നെ ഒരു കൺവേർഷൻ വന്ന് ട്രാൻസ്ഫോർമേഷൻ വന്ന് മാറുന്നത്. മാഡം എങ്ങനെയായിരുന്നു? എന്നെ സംബന്ധിച്ചൊരു യുക്തിവാദിയായി തീരേണ്ട ഒരു പ്രോസസ്സ് ഉണ്ടായിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു യുക്തിവാദ കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചതും വളർന്നതും ഒക്കെ കൃത്യമായിട്ടും ഒരു യുക്തിവാദ ജീവിതത്തിൽ തന്നെയാണ്. അച്ഛനും അമ്മയൊക്കെ യുക്തിവാദികളായിരുന്നു. അച്ഛൻ കൃത്യമായിട്ട് മരണം വരെ ഒരു നിരീശ്വരവാദ ജീവിതം തന്നെയാണ് നയിച്ചിട്ടുള്ളത്. അച്ഛന്റെ പേര് ദാമോദരൻ. സ്വദേശം തൃശ്ശൂർ ജില്ലയിലെ ആലപ്പാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. അപ്പം വീട്ടിൽ നിന്ന് അപ്പോൾ അങ്ങനെ ഒരു സമ്മർദ്ദവും കാര്യങ്ങളൊന്നും ഇല്ല ആദ്യമേ? അപ്പോൾ അങ്ങനെ അച്ഛനും അമ്മയും നിരീശ്വരവാദി ആയതുകൊണ്ട് നിരീശ്വരവാദി ആയതാണോ മാഡം? തീർച്ചയായിട്ടും ആ ഒരു സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മളൊന്ന് ചിന്തിക്കല്ലേ, നമ്മൾ സ്വയം ചോദിക്കല്ലേ, ഇങ്ങനെ അവരങ്ങനെ പറയുന്നുണ്ടെങ്കിലും ദൈവവും മറ്റു കാര്യങ്ങളും ഇല്ലെങ്കിലും അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ, സംശയം വന്നിട്ടുണ്ടോ? അങ്ങനെ കാര്യമായിട്ട് സംശയമൊന്നും തോന്നിയിട്ടില്ല. കാരണം ഞാൻ വീട്ടിൽ നല്ല വായനയുടെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. കൊച്ചിലെ തന്നെ കണ്ടു വളരുന്നത് തന്നെ A.T. കോവൂരിൻ്റെയും ഇടമറുകിൻ്റെ ഒക്കെ അതുപോലുള്ള യുക്തിവാദ വലിയ ആൾക്കാരുടെ പുസ്തകങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ, പിന്നെ പുരോഗമനപരമായിട്ടുള്ള മറ്റു മാസികകൾ, വാരികകളൊക്കെ വീട്ടിൽ വരുത്തിയിരുന്നു. സാമ്പത്തിക ശേഷി വളരെ കുറവായിരുന്നെങ്കിലും മക്കളുടെ ബൗദ്ധികമായിട്ടുള്ള വളർച്ചയെ വളരെ ശ്രദ്ധിക്കുന്ന അച്ഛനും അമ്മയായിരുന്നു. അതുകൊണ്ട് തന്നെ വായനയുടെ വലിയൊരു ലോകം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മാറി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ വീടിന് പുറത്തേക്ക് പോകുമ്പോൾ സ്കൂളുകളിലും മറ്റുള്ളവരൊക്കെ ഇടപഴകുമ്പോൾ വിശ്വാസത്തിൻ്റെ ചില ലോകങ്ങളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചില ചെറിയ സംശയങ്ങൾ തോന്നിയിരുന്നു. പക്ഷെ ഒരു 6ാം ക്ലാസ് ആയപ്പോഴേക്കും ഞാൻ തീർത്തും ഒരു യുക്തിവാദിയാണ് എന്ന് പരസ്യമായിട്ട് സ്കൂളിലൊക്കെ പ്രഖ്യാപിക്കുന്ന രീതിയിൽ ഞാൻ മാറിയിട്ടുണ്ട്. സ്കൂൾ ജീവിതം എങ്ങനെയായിരുന്നു? സ്കൂൾ ജീവിതം ഞാൻ ഒരു അപ്പർ പ്രൈമറി സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ ഹൈസ്കൂളൊക്കെ ഒരു കോൺവെന്റ് സ്കൂളിലാണ്, കന്യാസ്ത്രീകൾ നടത്തുന്ന കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. ഇന്നത്തെ പോലെയല്ല. അന്ന് കോൺവെന്റുകൾ അല്ലെങ്കിൽ മതസ്ഥാപനങ്ങൾ നടത്തുന്ന സ്കൂളുകളിൽ പോലും വളരെ ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അവിടെ എല്ലാ കുട്ടികളും പള്ളിയിൽ പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പള്ളിയിൽ പോയില്ലെങ്കിലും എന്നെ ആരും ഒന്നും വിമർശിക്കോ ടീച്ചേഴ്സ് എന്നെ കുറ്റപ്പെടുത്തോ ഒന്നും ചെയ്യാറില്ല. പോകണമെന്ന് നിർബന്ധിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോഴേ സ്വാഭാവികമായിട്ടും നമ്മൾ ഇങ്ങനെ ഒരു ചിന്താഗതിയാണെന്ന് സ്കൂളിൽ എല്ലാവർക്കും അറിയാമോ? തീർച്ചയായിട്ടും അറിയാം. കുട്ടികൾക്ക് അറിയാം, ടീച്ചേഴ്സിന് അറിയാം. ക്ലാസ്സുകളിലൊക്കെ ഇത്തരം ചർച്ചകൾ പരസ്യമായിട്ടൊക്കെ നടക്കാറുണ്ട്, തുറന്ന ചർച്ചകൾ നടക്കാറുണ്ട്. അപ്പോൾ ഞാൻ യുക്തിവാദിയാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴിങ്ങനെ ഈ തർക്കത്തിലൊക്കെ ഏർപ്പെടുമ്പം അവർ അങ്ങനെ എന്തെങ്കിലും വഴക്കുകളോ കാര്യങ്ങളോ കുട്ടികളോ? ഒരിക്കലുമില്ല. ഇപ്പോൾ ചെറിയ ക്ലാസ്സുകളിലൊന്നും അങ്ങനെ തർക്കങ്ങൾ, ചർച്ച, അങ്ങനെ വലിയൊരു തർക്കങ്ങളും ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ യുക്തിവാദിയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ചില അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഞാൻ ഓർക്കുന്നത്. അത് വലിയൊരു തർക്കങ്ങളിലേക്കൊന്നും പോയതായിട്ട് ഓർക്കുന്നില്ല. ഈ സാധാരണ എല്ലാ സ്കൂളുകളിലും ഈ ടീച്ചേഴ്സൊക്കെ വിശ്വാസികളായിരിക്കുമല്ലോ, മിക്കവാറും 90%. അപ്പം അത്തരത്തിൽ ഒരു അധ്യാപകരും അങ്ങനെ ഈ ഒരു നിലപാടിനെ ചോദ്യം ചെയ്തിട്ടില്ലേ? അങ്ങനെ ഒരു ചോദ്യം ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നീട് വളർന്നു വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് യുക്തിവാദി ആകുന്ന ഒരാളെ കുറിച്ച് മറ്റുള്ളവർ ബഹുമാനമാണ് തോന്നുന്നത്. കാരണം അവർക്കാകാത്ത ചില നേട്ടമായിട്ടാണ് പലരും കരുതുന്നതെന്നാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. യുക്തിവാദി ആകാൻ കഴിയാതിരിക്കുക, വിശ്വാസിയായി ജീവിക്കേണ്ടി വരിക എന്നുള്ളത് അവരുടെ ഒരു നിവൃത്തികേടായിട്ടാണ് പലരും തുറന്നു പറയാറുള്ളത്. സഹപാഠികളായാലും പൊതുസമൂഹമാണെങ്കിലും നമ്മൾ ചിന്തിക്കുന്നത് പോലെ തൻ്റെ ഇടത്തോടെ ഇതെല്ലാം തുറന്നു പറയാനും ഇതുപോലെ ചിന്തിക്കാനും ഞങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ
എന്നൊരു നിസ്സഹായതയാണ് പലരും പറയാറുള്ളത്. ഇതിപ്പോ ഇങ്ങനെയൊക്കെ എന്തിനാ അങ്ങനെ വെറുതെ ബുദ്ധിമുട്ടിലേക്ക് പോകണ്ട, ഇതൊക്കെ ശരിയാണ് എന്നാലും എന്നുള്ളൊരു രീതിയിലാണ് എല്ലാവരും സംസാരിക്കാറുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കോളേജ് ജീവിതത്തിൽ പിന്നെ ഞാനൊരു വളരെ തുറന്ന ചർച്ചകളുടെയും സംവാദങ്ങളുടെയും ഒക്കെ ഒരു മേഖലയായിരുന്നു. ഞാനന്ന് ഒരു രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകൻ കൂടിയിട്ടുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം വളരെ തുറന്ന ചർച്ച, അതും എനിക്ക് വളരെ സന്തോഷത്തോടെ ഓർക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഞാൻ ASFന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരുന്നു. അപ്പോൾ SFIക്കാരൊക്കെ ആയിട്ട് അങ്ങനെ ഒരു വലിയൊരു ലോകം ഉണ്ടായിരുന്നു. ചർച്ചകളുടെയും സംവാദത്തിൻ്റെയും ബൗദ്ധിക വ്യാപാരങ്ങളുടെയൊക്കെ ആയിട്ടുള്ളൊരു വലിയൊരു തുറന്ന ലോകം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നമുക്കൊരു സ്വീകാര്യതയാണ് കിട്ടാറെന്നാണ് തോന്നിയിട്ടുള്ളത്. വായിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക്, ചിന്തിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് വലിയൊരു അംഗീകാരം ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സഹോദരങ്ങൾ ഞങ്ങൾ 7 മക്കളാണ്. ഞാൻ ഏറ്റവും അവസാനത്തെ ആളാണ്. ബാക്കിയുള്ളവരൊക്കെ ഈ ചിന്താഗതിയാണോ? ആയിരുന്നു. പിന്നീട് ചിലരൊക്കെ മാറിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അവര് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഉടനെ തന്നെ കേരളത്തിന് പുറത്തു പോകും. പിന്നെ ജോലിയിലും അവിടുത്തെ അന്തരീക്ഷത്തിൽ പോകാം. അധികം പേരും ബോംബെയിലാണ് സെറ്റിൽ ചെയ്തത്. അവിടുത്തെ ഒരു അന്തരീക്ഷത്തിലും ഒക്കെ പിന്നെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഇത്തരം ഭൗതികമായിട്ടുള്ളൊരു മേഖലകളിലേക്കൊക്കെ ചിന്തിക്കാൻ കഴിയാതെ പോയിട്ടുള്ളവരാണ് പലരും. അതായത് ശാസ്ത്രീയമായിട്ടൊരു വിദ്യാഭ്യാസത്തിന്റെ ഒരു ഈ നേരത്തെ പറഞ്ഞ പോലെ ശാസ്ത്രബോധത്തിന്റെ പ്രശ്നമാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും നമ്മൾ ഏത് ലോകത്ത് പോയാലും നമുക്ക് അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഈ ശാസ്ത്രബോധം എന്നുള്ളത്, ഞങ്ങൾ എല്ലാവരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. ഞങ്ങളെല്ലാ മക്കളും ഹൈലി എഡ്യൂക്കേറ്റഡാണ്. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പലപ്പോഴും ചിലരൊക്കെ വിശ്വാസത്തിലേക്ക് തിരിച്ചുവരവാണെന്ന്. അവിശ്വാസികൾ നിരീശ്വരവാദികളായിരുന്നു. പിന്നീട് വരവുണ്ടായിട്ടുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ യുക്തിവാദ ചിന്തകൾ എപ്പോഴൊക്കെയോ അത് അമർന്നു പോയെങ്കിലും അവരുടെ മക്കളിലൂടെ അത് പുറത്തു വന്നിട്ടുണ്ട്. മക്കളിൽ പലരും നിരീശ്വരവാദികളാണ്. ഒരു യുക്തിവാദ പ്രവർത്തനങ്ങളില്ലെങ്കിൽ പോലും ചിലരൊക്കെ തികഞ്ഞ യുക്തിവാദികളായിട്ട് തുടരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങൾക്ക് 14 മക്കൾ എല്ലാവർക്കും കൂടി ഉണ്ട്. അതിൽ 7 ആൺകുട്ടികൾ കല്യാണം കഴിച്ചവരുണ്ട്. അതിൽ 5 പേരുടെയും മതാതീതമായിട്ടുള്ള കല്യാണങ്ങളാണ്. അത് ഒരാൾ ചൈനക്കാരിനെയാണ് കല്യാണം കഴിച്ചത്, ഒരാൾ ജർമ്മൻകാരിനെയാണ് കല്യാണം കഴിച്ചത്, ഒരാൾ മറാഠി പെൺകുട്ടിയാണ്, ഒരാൾ തമിഴ് പെൺകുട്ടിയാണ്, ഒരാൾ പഞ്ചാബി പെൺകുട്ടിയാണ്. പിന്നെ 2 മലയാളികളെ കല്യാണം കഴിച്ചിട്ടുള്ളത് കേരളത്തിൽ തന്നെ, പുറത്ത് ബോൺ ആൻഡ് ബ്രോട്ടപ്പാണ് അവർ. പക്ഷെ ഞങ്ങളുടെ സമുദായത്തിനൊക്കെ, ഞാൻ വളർന്ന സമുദായത്തിനൊക്കെ പുറത്തുനിന്ന് ഒരു മതാതീത വിവാഹം കഴിച്ചിട്ടുള്ളവരാണ്. 7 പേര് ജാതി മതമൊന്നും നോക്കാതെ അവർ വളരെ ഭംഗിയായിട്ട് ജീവിക്കുന്നുണ്ട്. മാഡത്തിന്റെ കുടുംബം? എൻ്റെ കുടുംബം, എൻ്റെ ഭർത്താവ് ബാങ്കിൽ ഉദ്യോഗസ്ഥനായിരുന്നു, റിട്ടയർ ചെയ്തു. ബാങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു കേരള ബാങ്കിൽ. അദ്ദേഹം യുക്തിവാദി തന്നെയാണ്. ആദ്യം വിവാഹം ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു. പക്ഷെ വീട്ടുകാരെ സഹകരിച്ച് വളരെ ഭംഗിയായിട്ട് കല്യാണം നടത്തി തന്നു. ഒരുപാട് പേര് പങ്കെടുത്ത, ഒരു 32,000-ലധികം പേര് പങ്കെടുത്ത ഒരു വിവാഹമായിരുന്നു. ആ വിവാഹത്തെക്കുറിച്ച് വളരെ നല്ല ഓർമ്മകളാണ് എനിക്കുള്ളത്. കാരണം എന്താ വെച്ചാൽ യാതൊരു മതചടങ്ങുകളും ഇല്ലാതെ, യാതൊരു സ്വർണ്ണാഭരണങ്ങളോ പട്ടുസാരികളോ ആർഭാടമോ ഇല്ലാതെ, എന്നാൽ ഒരുപാട് ഞങ്ങളുടെ വലിയ ഒരു സൗഹൃദ വൃന്ദത്തിന്റെ മുന്നിൽ വെച്ചിട്ടുള്ള ഒരു താലികെട്ട് പോലും ഇല്ലാതെ നടന്നൊരു സ്പെഷ്യൽ മാരേജ് ആക്ട് ഇല്ല, സ്പെഷ്യൽ അനുസരിച്ച് രജിസ്റ്റർ ചെയ്തില്ല. പിന്നീട് ഒരു പ്രത്യേക ഒരു സാഹചര്യം വന്നപ്പോൾ, പെട്ടെന്ന് ചെയ്യേണ്ടി വന്നപ്പോൾ ഒരു പാസ്പോർട്ട് എടുക്കേണ്ട കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു രജിസ്ട്രേഷൻ അത് പഞ്ചായത്തിലാണ് ചെയ്തത്. അതായത് സെക്യുലർ ആയിട്ടുള്ള ഒരു മാരേജ് ആയിരുന്നു. തീർച്ചയായിട്ടും. ഞങ്ങളുടെ മകനും ഒരു മകനാണുള്ളത്. അവനും ഒരുപക്ഷെ ഞങ്ങളെക്കാൾ വലിയൊരു യുക്തിവാദിയാണ്. ഒരു സംഘടനാ പ്രവർത്തനം ഇല്ല, അവൻ ലെഫ്റ്റാണ്. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുള്ള. അപ്പോൾ മേഡത്തിന്റെ ഔദ്യോഗിക ജീവിതം കോടതിയിലാണ്. ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസം ഉള്ള സ്ഥലമാണ്. ഇപ്പോഴും ആൾക്കാർ ഭഗവത്ഗീതയും ബൈബിളും ഒക്കെ തൊട്ട് തന്നെയാണോ ഞാൻ സത്യം പറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് മൊത്തം കള്ളം പറയുന്ന ആൾക്കാർ? അത് ഒരു വലിയ, ഇപ്പോഴും ഈ കാലത്തും ഇത്തരം ഒരു തെറ്റായ ധാരണ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് വലിയ അത്ഭുതമാണ്. ഈ ഭഗവത്ഗീതയും ബൈബിളും ഒക്കെ തൊട്ട് സത്യം ചെയ്തിട്ടാണ് കോടതിയിലെ ആൾക്കാർ മൊഴി കൊടുക്കുന്നത് എന്നുള്ളൊരു തെറ്റായ ധാരണ. അത് ഒരു കാലത്തും ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം, അതിന് മുമ്പത്തെ കാര്യം എനിക്കറിയില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തൊരു കാര്യമാണ്. ഒരു ഗ്രന്ഥവും തൊട്ടിട്ടല്ല സത്യം ചെയ്യുന്നത്, വെറുതെ സത്യം ചെയ്യാണ് ചെയ്യുന്നത്.
ഒരു ഗ്രന്ഥവും ഉപയോഗിക്കുന്നില്ല. അപ്പം നമ്മൾ ഇതിലൊക്കെ അപ്പം ഞാനൊരു ദിവസം കോടതിയിൽ മൊഴി കൊടുക്കാൻ പോയപ്പോൾ അവിടെ നാള് പറയുന്നുണ്ട്, പക്ഷെ എന്തോ ഒരു സാധനം ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നുണ്ടായിരുന്നല്ലോ, അതെന്തായിരിക്കും? ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അതൊരു പേപ്പറാണ്. ഈ ഓത്ത്, ഈ പ്രതിജ്ഞ, ആ വാചകം മാത്രം പ്രിന്റ് ചെയ്തൊരു പേപ്പർ ചിലപ്പോൾ ആൾക്കാരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവിടെ വെച്ച് കൊടുക്കാറുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഒരു ഗ്രന്ഥവും ഉപയോഗിക്കുന്നില്ല. ഇന്ത്യയിൽ എവിടെയും ഉപയോഗിക്കുന്നില്ല. അപ്പൊ അതൊരു തെറ്റായ പ്രചാരണമാണ്. തെറ്റായ പ്രചാരണം. കോടതിയൊന്നും കാണാത്ത ആൾക്കാരല്ലല്ലോ ഇപ്പോ. അതാണ് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. കോടതിയിൽ അങ്ങനെ കാണുന്നില്ല. നമ്മൾ കോടതി കയറി ഇറങ്ങുന്നവർ പോലും ഒരു ധാരണ നമ്മുടെ ഉള്ളിലേക്ക് അങ്ങ് കയറുകയാണ്. ചിന്തിക്കാത്തതിന്റെ ഒരു കുഴപ്പമാണ് അത്. അങ്ങനെ ഒരിക്കലും ഇല്ല. ഈ 13 നമ്പർ റൂമൊന്നും ഇല്ലാത്തൊരു ഹൈക്കോടതിയാണല്ലോ നമുക്കുള്ളത്. അത് തീർച്ചയായിട്ടും 13 നമ്പർ റൂമില്ലാത്ത കോടതി എന്ന് മാത്രമല്ല, അപ്പോൾ ഹൈക്കോടതിയിൽ നമ്മൾ ഇപ്പോൾ ഞാൻ ഇവിടുത്തെ തൃശ്ശൂർ കോടതിയിലത്തെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ കോടതിയുടെ ചാർജുള്ള അവിടുത്തെ ഹൈക്കോടതി ജഡ്ജിനെ കാണാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചരടുണ്ടായിരുന്നു. അപ്പോൾ ഈ കയ്യിൽ ചരട് കെട്ടിയ ആൾക്കാരൊക്കെയാണ് അതുപോലെ പല അവരുടെ ജീവിതത്തിലൊക്കെ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. അല്ല, അതൊരു ചരട് കെട്ടിട്ട് അവരൊരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെന്ന് പറയാം. എന്നാലും നമ്മളൊരു 13 നമ്പർ ഒഴിവാക്കുക എന്ന് പറയുമ്പോഴേ അതൊരു ഭരണഘടനാ സ്ഥാപനമല്ലേ. അങ്ങനെയുള്ള ആൾക്കാർ ഏത് എക്സ്റ്റെൻഡ് വരും പോകുമല്ലോ. അത് ഈ വിശ്വാസത്തിന് ഒരിക്കലും ഒരു ലിമിറ്റിൽ നിർത്താൻ പറ്റില്ല ആർക്കും. അപ്പൊ അത് സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അത് സങ്കടകരമാണ്. അപ്പോൾ ഈ ഔദ്യോഗിക ജീവിതത്തിൽ നമ്മളെ യുക്തിവാദവുമായിട്ടുള്ള എന്തെങ്കിലും വാദപ്രതിവാദങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ തീർച്ചയായിട്ടും ജീവിതത്തിൽ എപ്പോഴും അത് തന്നെയാണ് നടക്കുന്നത്. വാദപ്രതിവാദം വളരെ സൗഹാർദ്ദപരമായിട്ട്. ഞാനൊരിക്കലും ഒരു തർക്കത്തിലേക്ക് കാര്യമായിട്ട് പോകാറില്ല. കാരണം തർക്കിക്കുന്നിടത്ത് ഒരിക്കലും ഒരു കാര്യം ആരും ബോധ്യപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത്. അല്ലാതെ നടക്കുന്ന സൗഹാർദ്ദങ്ങൾ ഞാൻ ചെയ്യാറില്ല. ഞാൻ യുക്തിവാദ പ്രചരണം വളരെ ബോധപൂർവ്വം നടത്തുന്ന ഒരാളാണ്. എൻ്റെ എല്ലാ സൗഹാർദ്ദങ്ങളിലും യുക്തിവാദ ചിന്തകൾ പതുക്കെ കുത്തിവെക്കാൻ ശ്രമിക്കുന്ന, വളരെ ബോധപൂർവ്വം ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ഇടപെടുന്ന എല്ലാ മേഖലകളിലും ഇപ്പം ഞാൻ CPIയുടെ ഒരു പ്രവർത്തകയാണ്. അതിൻ്റെ മഹിളാ സംഘടനയിലും പ്രവർത്തിക്കുന്നുണ്ട്, അഭിഭാഷക സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്, പിന്നെ യുക്തിവാദ രംഗത്തുണ്ട്. അപ്പോൾ ഈ ഞാൻ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും, എൻ്റെ എല്ലാ സൗഹൃദ മേഖലകളിലും എല്ലാം ഞാനിത് പതുക്കെ ഈ യുക്തിവാദ ചിന്തകൾ ചെലുത്താറുണ്ട്. അത് ഒരിക്കലും ഒരു തർക്കത്തിലൂടെയല്ല, വളരെ വളരെ സൗമ്യമായിട്ട് ഒരു ചിന്തകളെ ഒന്ന് തൊട്ടുണർത്തുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറ്. ആ തൊട്ടുണർത്തൽ വളരെ ഗംഭീരമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാറുണ്ട്. ഒരിക്കലും അവരൊരു വിശ്വാസത്തിൽ നിന്ന് പുറത്ത് കടന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇതിനെല്ലാം അവർ ഇത് ശരിയാണോ, വക്കീൽ പറയുന്നത് ശരിയാണല്ലോ എന്ന് സമ്മതിക്കുന്നിടത്തേക്ക് എല്ലാവരും എത്താറുണ്ട്. കാരണം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് യുക്തിവാദ പ്രചരണത്തിൻ്റെ ഒരു ആയുധമായിട്ട് എടുക്കേണ്ടത്. ഈ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ മിക്കപ്പോഴും ഇപ്പോൾ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ പോലും ഇപ്പോഴും അവിടെയും ഈ പറഞ്ഞതുപോലെ അന്ധവിശ്വാസവും അല്ലെങ്കിൽ മതത്തെ കൂട്ടുപിടിച്ചും അല്ലെങ്കിൽ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടൊക്കെ ചില വിട്ടുവീഴ്ചകളും കാര്യങ്ങളൊക്കെ ഇടതുപക്ഷമായിരുന്നാലും ചെയ്തു പോകുന്നില്ലേ? അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ നമ്മൾ വെള്ളം ചേർക്കാൻ പാടുണ്ടോ? അങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ പല നേതാക്കളും പറയാറുണ്ട്. ഇപ്പം ഞാൻ വരുന്ന, ഇപ്പോൾ ഞാനൊരു നേതൃത്വത്തിലൊന്നുള്ള ഒരാളല്ല, അപ്പോൾ പാർട്ടിയുടെയൊക്കെ താഴ്ന്ന ഘട്ടത്തിൽ ഇപ്പം ഞാൻ വേദിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഉഷ അല്ലെങ്കിൽ ഉഷ വക്കീൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു യുക്തിവാദം അവിടെ പറയാനുള്ള ഒരു സ്വാധീനം എനിക്ക് ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ, ഈ രാഷ്ട്രീയ നിലപാടുകളിൽ ഉണ്ടാകുന്ന ഇത്തരം വിശ്വാസത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ഞാൻ കഴിയുന്നിടത്തെല്ലാം ചോദ്യം ചെയ്യാറുണ്ട്. അപ്പോൾ അത് ജനങ്ങളെ, പൊതുജനത്തിന് വിശ്വാസികളായി നിലനിൽക്കാൻ അവകാശമുണ്ട്. ആ നിലപാടാണ് എന്ന് അത് ശരിയായ നിലപാടല്ല. ഒരു രാഷ്ട്രീയ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടുകൾ പ്രചരിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കണം. ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. ജനങ്ങൾ പെട്ടുകിടക്കുന്ന ഒരു ചെളിക്കുണ്ടിൽ നിന്ന് അവരെ പുറത്ത് കടത്താനായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം രാഷ്ട്രീയ നേതൃത്വം കാണിക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ ജനങ്ങൾ ഏത് ചെളിക്കുണ്ടിലാണോ കിടക്കുന്നത് ആ ചെളിക്കുണ്ടിലേക്ക് രാഷ്ട്രീയ നേതൃത്വം ഇറങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ, ഇപ്പോൾ CPI ആണെങ്കിലും CPM ആണെങ്കിലും അത് തന്നെയാണ് ചെയ്യുന്നത്. അല്ല, ഒന്നത് നമ്മുടെ ഒരു കേന്ദ്ര സർക്കാരും ആൾറെഡി ആ ഒരു ചെളിക്കൊണ്ടിലാണ്. അതെ, അത് വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. അതെ, മൊത്തം ചെളിക്കൊണ്ടാണ് ഈ ഫാസിസത്തിൻ്റെതായിട്ടുള്ള. അത് ഒരു മതം അവർക്കൊരു അപ്പർ ഹാൻഡ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു മതങ്ങളും അതേ രീതിയിലേക്ക് പോകുന്നുണ്ട്.
ഈ യുക്തിരേഖയുടെ മാനേജറായിട്ടാണ് ഇപ്പം ചാർജ് ഉള്ളത്. ഈ യുക്തിരേഖയുടെ ഭാവി പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പുതിയതായിട്ട് മാനേജർ ചാർജ് എടുത്തിട്ട് എന്താണ് പുതിയ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്താനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഈ വക്കീൽ പണിയിൽ തിരക്കുള്ളത് കൊണ്ട് മറ്റു പ്രവർത്തനങ്ങളിൽ കാര്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഞാൻ ഏറ്റെടുക്കാറില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രസിഡന്റ് ആകേണ്ടി വന്നു എന്നുള്ള സ്ത്രീകൾ ഇപ്പം യുക്തിവാദി സംഘത്തിൻ്റെ കേരള യുക്തിവാദി സംഘത്തിൻ്റെ ഒരു സമ്മേളനത്തിൽ ആ കാലത്ത് കേരളത്തിൽ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചില ജില്ലകളിൽ ഭാരവാഹികൾ സ്ത്രീകളാകണം എന്നൊരു അവസ്ഥ വന്നപ്പോൾ അങ്ങനെ നിർബന്ധിതമായിട്ടുള്ളതാണ്. അത് അത്ര ഭംഗിയായിട്ട് എൻ്റെ വർക്ക് ലോഡിനകത്ത് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്കൊരു തൃപ്തികരമായിട്ട് അത് ആ ചുമതല നിർവഹിക്കാനും കഴിഞ്ഞിരുന്നില്ല. ആ സമയത്താണ് ഇങ്ങനൊരു ചുമതല എന്നെ ഏൽപ്പിക്കാനായിട്ട് യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന നേതൃത്വം തയ്യാറായത്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഞാൻ ഏറ്റെടുത്തു. ഇപ്പം എനിക്കത് വളരെ ആസ്വാദികരമായിട്ടാണ് തോന്നുന്നത്. കാരണം വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ. കാരണം കേരളത്തിലെ ഒരേ ഒരു യുക്തിവാദ മാസികയാണ് യുക്തിരേഖ. അതിന് വലിയൊരു ചരിത്രമുണ്ട്. വലിയ മഹാരഥന്മാരാണ് അതിൻ്റെ പുറകിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇന്നും അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡിലൊന്നും ഞാൻ അല്ല, അത്തരം പ്രവർത്തനങ്ങൾ ഞാനില്ല. അതൊക്കെ വേറെ ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ പ്രിൻറ്റിങ്ങൊക്കെ ഇവിടെ തൃശ്ശൂരിൽ നിന്നാണ് നടത്തുന്നതുകൊണ്ട് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയാണ് അതിൻ്റെ ചുമതലയിലുള്ളത്. സർക്കുലേഷൻ ഇവിടെ നിന്നാണ്, തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂർ കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പവനൻ സ്മാരകം തൃശ്ശൂരിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെ നിന്നാണിത് പ്രവർത്തിക്കുന്നത്. യുക്തിരേഖയുടെയൊക്കെ സബ്സ്ക്രിപ്ഷൻ ഫീസൊക്കെ എങ്ങനെയാണ്? 250 രൂപയാണ് ഒരു വർഷത്തേക്കുള്ളത്. ഒരു 12 വർഷത്തേക്ക് ലൈഫ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് 2500 രൂപ ഈടാക്കും. 12 വർഷത്തേക്ക്. അത് ഒരു യുക്തിവാദ മാസിക ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ പിന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്നുള്ള അത് ആൾക്കാർക്ക് കിട്ടുന്നില്ല എന്നുള്ള വലിയ പരാതി. എനിക്ക് കിട്ടുന്നില്ല. ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തു. റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടാണ് എനിക്കിപ്പം യുക്തിരേഖ വരുന്നത്. കാര്യം ഇത് വരുമ്പോൾ അവർ അവിടെ എടുക്കിടും. അല്ലെങ്കിൽ ഒരു 2, 3, 4 മാസം ആകുമ്പോൾ ഒരുമിച്ച് കൊണ്ടുവരും. അപ്പം ഞാനവിടെ പോയി ഇപ്പം കൃത്യമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ അതിൽ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ വലിയ സാമ്പത്തിക ബാധ്യത ഉള്ളൊരു കാര്യമാണ്. യുക്തിരേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിവാദികളുടെ കയ്യിൽ നിന്ന് മാത്രം കിട്ടുന്ന ഈ പൈസ കൊണ്ട് വേണം നടത്തിക്കൊണ്ടുപോകാൻ. പൊതുവേ പ്രത്യേകിച്ച് ഈ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരുപാട് മാസികകളുടെ പ്രവർത്തനം തകരാറിലുണ്ട്. അതിലേറ്റവും കൂടുതൽ ബാധിക്കുന്നത് യുക്തിവാദ മാസിക തന്നെയായിരിക്കുമല്ലോ. അതിൻ്റെതായിട്ടുള്ള എല്ലാ പരാധീനതകളും ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് ഏറ്റെടുത്തതിന് ശേഷം ഞാൻ കയ്യിൽ നിന്ന് പൈസ ഇറക്കിയിട്ട് തന്നെ വളരെ സമയബന്ധിതമായിട്ട് ഇറക്കാൻ തീരുമാനിച്ചു. ആ സമയം കൃത്യമായിട്ട് മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അത് ഇറക്കി തുടങ്ങി. പിന്നെ പോസ്റ്റ് ഓഫീസുമായിട്ടാണ് ബന്ധപ്പെട്ട് അത് അയക്കുന്ന കാര്യം ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് സെൻട്രൽ പോസ്റ്റ് ഓഫീസിനെ ഏൽപ്പിച്ചു. അവരുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ വന്നു. അപ്പോൾ ഏത് പോസ്റ്റ് ഓഫീസിലാണെങ്കിലും അത് കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉണ്ടെങ്കിൽ അവരോട് പറയാൻ പറഞ്ഞു. അവരതിന്റെ ചുമതല ഏറ്റെടുത്തു. അങ്ങനെ വളരെ നല്ല രീതിയിലാണ്. അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ യുക്തിരേഖയിൽ വിളിച്ച് പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും എന്നെ വിളിച്ച് പറഞ്ഞാലും മതി. അത് അടുത്ത മാസം നിർബന്ധമായിട്ട് കിട്ടിയിരിക്കും. അതിൽ വളരെ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അത് ഈ 2 കാര്യങ്ങളും വളരെ സമയബന്ധിതമായിട്ട് ഇറക്കുക എന്നുള്ളതും അത് കൃത്യമായിട്ടും കിട്ടുക എന്നുള്ളതും വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ പ്രവർത്തനം വളരെ ഭംഗിയായി. മുമ്പൊക്കെ ഇത് കിട്ടുന്നത് നമ്മൾ പൈസ വാങ്ങിയാലും അത് കിട്ടാതെ വരുമ്പോൾ പിന്നെ വീണ്ടും അത് റിന്യൂ ചെയ്യാനോ പുതിയ ആൾക്കാരെ ചേർത്താനോ ഇതിൻ്റെ പ്രവർത്തകർക്ക് കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പം ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് അതിൻ്റെ ഉള്ളടക്കമാണ്. ഉള്ളടക്കത്തിൻ്റെ അതിൻ്റെ കാര്യങ്ങളും ഇത് ഒരുവിധം മോശമില്ലാത്തൊരു മാസിക എന്നാണ് പൊതുവെ അഭിപ്രായമുള്ളത്. ഇനിയും അത് കൂടുതൽ മെച്ചപ്പെടുത്താനും അതിൻ്റെ പിന്നെ പേജുകളുടെ എണ്ണം കൂട്ടാനും ഉള്ള ഒരു ആലോചന കൂടെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ സാമ്പത്തികം വലിയൊരു വിഷയമാണ്. അതിനെ മറികടക്കാനും നമ്മൾ കുറേ പേര് സഹായിക്കുന്നുണ്ട്. അല്ല, എനിക്ക് കേരള യുക്തിവാദി സംഘത്തോടുള്ളൊരു ബഹുമാനം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസിക ഇറക്കുമെന്ന് പറഞ്ഞാൽ അത് നിസ്സാര കേസൊന്നുമല്ല. അതും ഇതുവരെ ഒരു മുടക്കം കൂടാതെ ഇത്രയും വർഷം അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഇപ്പം ഞാനൊരു ചാനലിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നതിൻ്റെ നമുക്കറിയാം നമ്മൾ അതിൻ്റെ എന്തുമാത്രം അപ്പോഴൊരു മാസികയൊക്കെ എന്തുമാത്രം കാര്യങ്ങൾ ക്രോഡീകരിച്ച് അത് ഇത്രയുടെ സ്ഥലങ്ങളിൽ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു പണിയാണ്. ഇത് ഹാറ്റ്സ് ഓഫ് ഈ KIS വേണ്ടിയിട്ട്.
പിന്നെ എനിക്ക് അതിനൊരു നിർദ്ദേശമായിട്ടുള്ള പറയാനുള്ളത്, ഇപ്പം വിദേശത്തുള്ളവർക്കൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളാണ്, അല്ലെങ്കിൽ സംസ്ഥാനത്ത് പുറത്തായിരുന്നാൽ. അപ്പോൾ അവർക്കൊക്കെ ഈ PDF ആയിട്ട് അയച്ചു കൊടുക്കുക, അവരുടെ വരിസംഖ്യ മേടിച്ചിട്ട് PDF ആയിട്ട് അയച്ചു കൊടുക്കാനുള്ള എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ, അതിൻ്റെ സംവിധാനം ഉണ്ടോ? അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? ഇപ്പം PDF ആയിട്ട് വേണ്ടവർ അതങ്ങനെ മെയിൽ വഴി ചെയ്താൽ മതിയോ? എന്താ ജസ്റ്റ് അവരുടെ അഡ്രസ്സ് തരിക, പൈസ അയക്കുക, അവർക്ക് മെയിലായിട്ട് കിട്ടും. അപ്പോഴത് അപ്പോൾ യുക്തിരേഖയുടെ ആ മെയിൽ അഡ്രസ്സ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ PDF ആവശ്യമുള്ളവർ, ഇപ്പം പോസ്റ്റിലും ഒന്നും പെട്ടെന്ന് കിട്ടാത്തവരാണെങ്കിൽ PDF ആയിട്ട് തന്നെ ഉള്ള സൗകര്യം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ തിരിച്ച് നമുക്ക് ഇതിൽ തന്നെ വരാം. ഇനിയുള്ള ഭാവി പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഉഷ മാഡത്തിൻ്റെ? ഭാവി പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ആലോചിച്ച് വെച്ചിട്ടില്ല. സമയം അനുസരിച്ച് എല്ലാ പ്രവർത്തനങ്ങളും പഴയതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞത്, ഈ മാഡം യുക്തിവാദ പ്രവർത്തനം തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ടാകണം? പ്രവർത്തനം തുടങ്ങിയത് ഞാൻ അച്ഛൻ ഇതിൻ്റെയൊക്കെ ഒരു പ്രവർത്തകനായിരുന്നു അച്ഛൻ. പക്ഷേ അങ്ങനെ ഒരു പാർട്ടി പ്രവർത്തനത്തിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അതോടൊപ്പം നല്ല യുക്തിവാദിയായിരുന്നു. ഈ യുക്തിവാദി പഴയ ആൾക്കാരൊക്കെ, പഴയ നേതാക്കളൊക്കെ ആയിട്ട് അച്ഛന് നല്ല ബന്ധമുണ്ടായിരുന്നു. അച്ഛനെ കാണാൻ പലരും വരാറുണ്ട്, വെറുതെ സൗഹാർദ്ദ സന്ദർശനത്തിനൊക്കെ ആയിട്ട്. പഴയ കാലത്തെ ആൾക്കാരൊക്കെ ട്രോട്സ്കിസ്റ്റുകൾ എന്നൊക്കെ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ, അവരൊക്കെ ഏതൊക്കെയോ മാസികളൊക്കെ നടത്തുന്ന, അവരൊക്കെ ആയിട്ട് ഈ വക വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതൊക്കെ, അതുപോലെ ഇടമറുകിൻ്റെ പുസ്തകങ്ങൾ, AT കോവൂരിൻ്റെ പുസ്തകങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യണതൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനെ ഒരു സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ അച്ഛൻ്റെ പ്രായമായ സമയത്തുണ്ടായ മകളാണ്. അപ്പം ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുണ്ട്. പിന്നെ മക്കളൊന്നും അങ്ങനെ അന്ന് പറഞ്ഞ് ഒരു വഴിയിലേക്ക് അച്ഛൻ തിരിച്ചു വിടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളതറിഞ്ഞ് ആ വഴിയിലൂടെ നമുക്ക് ഉള്ളിൽ കിട്ടിയ അതനുസരിച്ച് പോയിട്ടുള്ളതാണ്. പിന്നീട് ഇതൊരു പ്രവർത്തനം ഒരു ആവശ്യമായിട്ട് തോന്നിയിട്ടുള്ളത്, ഉള്ളിൽ തട്ടൊരു ആവശ്യമായിട്ട് തോന്നിയിട്ടുള്ളത് എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു വിശ്വാസി അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കുടുംബം പക്കാ വിശ്വാസികളുടേതായിട്ടുള്ള ഒരു കടുത്ത വിശ്വാസത്തിൻ്റെതായിട്ടുള്ള ഒരു കുടുംബമായിരുന്നു. പക്ഷേ എൻ്റെ പ്രവർത്തനം, എൻ്റെ ഒരു നിരീശ്വരവാദം ഒരു തരത്തിൽ അവർ വേദനിപ്പിച്ചിട്ടൊന്നുമില്ല. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് തന്നെ അവർ കണ്ടിട്ടുള്ളൂ. പക്ഷേ ആ ഒരു ചെറിയൊരു ഇടവേളയിൽ എനിക്ക് വളരെ വേദനയുള്ള കുറേ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു പിന്നെ വലിയൊരു കുടുംബമായിരുന്നു, ഒരു കൂട്ടുകുടുംബമായിരുന്നു. അപ്പോൾ അതിനകത്ത് വിശ്വാസം ഇല്ലാത്തതിൻ്റെ പേരിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. ആ ഇടയ്ക്കാണ് ഞാൻ എങ്ങനെയൊക്കെയോ ഈ സംഘടനയായിട്ട് ബന്ധപ്പെടുന്നത്. പിന്നീട് ഈ സംഘടനാ പ്രവർത്തനം വളരെ ഒരു സാമൂഹ്യ ആവശ്യമായിട്ട്, എൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൽ വന്നതിന് ശേഷം അങ്ങനെ പിന്നെ അതിൽ പൂർണ്ണമായിട്ട് ഞാൻ അല്ല. അപ്പോൾ അന്നത്തെ പ്രവർത്തനവും ഇന്നത്തെ പ്രവർത്തനം ഒന്ന് വിലയിരുത്തിയാൽ, ഇപ്പോൾ ഈ ന്യൂ ഏജ്, ഈ ഇൻ്റർനെറ്റിൻ്റെ ഈ കാലഘട്ടം എങ്ങനെ വിലയിരുത്തുന്നു? പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഏതൊരു ബഹുജന സംഘടനയും അങ്ങനെ സംഘടനയിലേക്ക് താല്പര്യത്തോടെ വരുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സംഘടനകളിലും പുതിയ തലമുറ കുറവാണ്. ഇവിടെയും അതിൻ്റെതായിട്ടുള്ളൊരു, അത് കേരള യുക്തിവാദി സംഘത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, എല്ലാ സംഘടനയും. അപ്പോൾ പ്രൊഫസർ രവിചന്ദ്രൻ്റെ എസൻസിലൊക്കെ ഒരുപാട് ചെറുപ്പക്കാരാണ് ചെല്ലുന്നത്. പക്ഷെ അതൊരിക്കലും ഒരു പ്രസ്ഥാനമല്ല, ഒരു സംഘടനയല്ല. അത് ചില ഒരു പരിപാടികൾ നടത്തുന്നു, അത്രയേ ഉള്ളൂ. ഇതൊരു സംഘടന എന്ന നിലയിൽ ചെറുപ്പക്കാർ വരുന്നില്ല എന്നുള്ളത് കുറേയൊക്കെ ശരിയാണ്. പക്ഷെ തീർത്തും വരുന്നില്ല എന്നില്ല എന്ന് വെച്ചിട്ട് സമൂഹത്തിൽ യുക്തിവാദികൾ ഉണ്ടാകുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് പേര് യുക്തിവാദത്തിലേക്ക്, പുതിയ തലമുറ അധികവും മതവും വിശ്വാസവും ജാതിയും ഒക്കെ വിട്ടു ചിന്തിക്കുന്നവരാണ്. മനുഷ്യത്വത്തിൽ കൂടുതൽ ഊന്നൽ നൽകുന്നവരാണ് പുതിയ തലമുറ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം എൻ്റെ മകനാണെങ്കിലും അവൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും പിന്നെ വിശ്വാസികൾ ഉണ്ടെങ്കിൽ തന്നെ ആ വിശ്വാസം ഇതുപോലെ തുടർന്ന് വരുന്ന ഈ ഒഴുക്കിനൊത്ത് നീന്തുക എന്നുള്ള ഒരു ഇതിലും മാത്രം അങ്ങ് പോകുന്നവരാണ്. അല്ലാതെ വിശ്വാസം ഇതാണ് ശരി എന്ന് വിചാരിച്ചിട്ട് നടക്കുന്നതല്ല. അപ്പോൾ അങ്ങനെ പുതുതായിട്ട് വരുന്ന തലമുറയോട് മാഡത്തിന് പറയാൻ എന്താണുള്ളത്? ചിലരൊക്കെ ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുന്നുണ്ട്, യുക്തിവാദത്തിലേക്ക് വരണോ വേണ്ടയോ, ഇത് ശരിയാണോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു ചില തോന്നലുകളുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്കൊരു പേരൊക്കെ വ്യക്തിപരമായിട്ട് അറിയാം. അവരോട് മാഡത്തിന് പറയാനുള്ളത് ഇത്രയും വർഷത്തെ പ്രവർത്തനം വെച്ചിട്ട്? ഇല്ലാത്ത ദൈവങ്ങളുടെയും പ്രകൃതിയാതീത ശക്തികളുടെയും തടവിൽപ്പെട്ട് അതിനെല്ലാം ഭയന്നുകൊണ്ട് ജീവിക്കാതെ ഭയത്തിൽ നിന്ന് മുക്തരാകുക, അതില്ല എന്ന് തന്നെ
ഈ എല്ലാ ഇതിഹാസങ്ങളും മനോഹരമായിട്ടുള്ള കഥകളാണ്, സാഹിത്യ സൃഷ്ടികളാണ്. അതിനെല്ലാം ബേസ് ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുന്ന എല്ലാ പുരോഹിത പിന്നെ ഈ ആരാധനാലയങ്ങളും എല്ലാം ഉപേക്ഷിച്ച് വളരെ മനോഹരമായിട്ടുള്ള ജീവിതത്തിലേക്ക് വരാനാണ് എന്നോട്. അതാണ് ഭയന്ന് ജീവിക്കാതിരിക്കുക, മനോഹരമായിട്ടുള്ള ജീവിതം ആസ്വദിക്കുക എന്നതാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം സഹകരിച്ച മാഡത്തിന് നന്ദി അറിയിക്കുന്നു. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.